കോൺഗ്രസ് എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് ഇന്ന് നൽകുമെന്നാണല്ലോ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞയാണല്ലോ. അപ്പം അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്ന് തന്നെ ഗവർണർക്ക് സമർപ്പിക്കും എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെയാണല്ലോ സത്യപ്രതിജ്ഞ. സമർപ്പിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് സത്യപ്രതിജ്ഞ ഉണ്ടാവും. അല്ല, വകുപ്പുകളൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് അദ്ദേഹം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അത് തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഒരു തർക്കവുമില്ലാതെ കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ കൊണ്ടുവന്നൊരു ഗവൺമെന്റാണ്. 102 സീറ്റാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചും ജനങ്ങൾ നൽകിയ വൻപിച്ച പിന്തുണയ്ക്കനുസരിച്ചും മെച്ചപ്പെട്ടൊരു ഭരണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാവത്. അപ്പോൾ അതുകൊണ്ട് മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനും പാർട്ടിയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള ജനതയ്ക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഭരണം ഐക്യജനാധിപത്യ മുന്നണി നൽകും. ആ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ താല്പര്യങ്ങളാണ് എൻ്റെ താല്പര്യം. അല്ലാണ്ട് എൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്ത് എൻ്റെ പാർട്ടിയുടെ താല്പര്യമാണ് എനിക്ക് ഏറ്റവും വലുത്. ഹാപ്പി എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമുക്ക് ഒരു മെച്ചപ്പെട്ട ഗവൺമെന്റ് ഉണ്ടാകണം. ജനവിശ്വാസം നമ്മളോടൊപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും അതുകൊണ്ട് തന്നെ യോജിച്ച് മുന്നോട്ട് പോകണം. ഒരു കാലത്തും നമ്മുടെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കത്തിന് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. നിങ്ങൾക്കറിയാം, വ്യക്തിപരമായ നഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അല്ല ഇവിടെ പ്രശ്നം. വ്യക്തിപരമായ ലാഭനഷ്ടങ്ങളല്ല ഇവിടെ പ്രശ്നം. പാർട്ടിയാണ് എനിക്കെന്നും വലുത്. ഞാൻ എന്നും പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഉയർച്ചയുണ്ടാകും, താഴ്ചയുണ്ടാകും. അപ്പോഴെല്ലാം പാർട്ടി താല്പര്യമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നാളെയും അതുതന്നെയായിരിക്കും ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും UDF-നും ജനങ്ങൾ നൽകിയ ഈ പിന്തുണയ്ക്കനുസരിച്ച് ഉള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഉയർച്ചയും താഴ്ചയും ഒക്കെ അറിയാവുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പം അതൊന്നും നമ്മൾ വിലയിരുത്തേണ്ട സമയമല്ല ഇപ്പം നമ്മൾ വേണ്ടത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാവരും, എല്ലാ പാർട്ടി പ്രവർത്തകരും, നേതാക്കളും. The Chief Minister of Kerala has already submitted the list of ministers to the Governor of Kerala. Tomorrow 10 o'clock is the swearing-in ceremony. I think that all the UDF partners are also given their list. So our aim is to give a good governance to the people of Kerala. And the state has to be prosper. And most important is the development activities. We have to take up all the development activities. And the people have given a spectacular victory for the UDF. We have to live up to the expectations of the people. That is more important. So we are all united. We are all unitedly work for the betterment of the state. അതുകൊണ്ട് എനിക്കത് പോകാൻ അത് ഞാൻ എന്നെ വിളിക്കാത്തതല്ല, എന്നെ വിളിച്ചതാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ അവസാനിച്ചു. ഇനി എല്ലാവരും ഒരുമിച്ച് പോകേണ്ട സമയമാണ്. അത് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. അത് ഞാൻ പറയുന്നത് ശരിയല്ല. അത് നിയമപരമായും ഭരണഘടനാപരമായും ഞാൻ പറയേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ പിന്തുണയും നൽകും. അദ്ദേഹത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകും. ഇന്നും ഇന്നലെയും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. നാളത്തെ പ്രവചിക്കാൻ ഞാൻ ജ്യോത്സ്യനല്ല.
അല്ല, എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുള്ള സഹപ്രവർത്തകരല്ലേ. കേരളത്തിലെ കോൺഗ്രസിലെ 63 MLA-മാരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഞാനും അവരോടൊപ്പം ഉള്ളവരാണ്. അവരെല്ലാവരും തന്നെ പാർട്ടിക്ക് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. ഈ 63 പേരും. 102 പേരും UDF-ന്റെ മറ്റ് കക്ഷികളിലെ MLA-മാർ അതുപോലെ തന്നെയുള്ളവരാണ്. അപ്പോൾ അവരെല്ലാം നമുക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ആളുകൾ തന്നെ. അതെ, അപ്പൊ അത് പിന്നെ ഇനി ചോദ്യത്തിന് അർത്ഥമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, സ്വാഭാവികമായി എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. പല സീനിയറായ ആളുകളെയും ഉൾപ്പെടുത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ നമുക്ക് 21 പേരെ അല്ലാതെ മന്ത്രിമാരാക്കാൻ പറ്റുമോ? അപ്പൊ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മാത്രമല്ല, UDF-ലുള്ള മറ്റ് കക്ഷികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞാണ് LDF ഗവൺമെന്റ് ഉണ്ടായപ്പോഴും അവർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയാവുന്നത്ര എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഇനിയും നിങ്ങൾക്ക് പോകാം അല്ലേ? നിങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ ഉള്ളവരാണ്. അതെ, വേറെ ഒരു പ്രതികരണവും ഇല്ല. അപ്പൊ എല്ലാവർക്കും പോകാമെന്ന് ഞാൻ പറയില്ല. ഹാപ്പി ആൻഡ് അൺഹാപ്പി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ നഷ്ടങ്ങളോ ലാഭമോ അല്ല ഇവിടെ പ്രശ്നം. നമ്മളെ ജനങ്ങൾ UDF-നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ആ മഹാദൗത്യം പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ആവശ്യം.